ഈ പ്രേതങ്ങളെല്ലാം എവിടെ നിന്ന് വന്നു എന്നല്ലേ? കോഴിക്കോട് ഗോകുലമാളിലാണ് കേട്ടോ ഇന്നലെ ഈ ഒരു കാഴ്ച ഞാൻ കണ്ടത്. കുട്ടികൾക്കൊക്കെ ഇതിനെക്കുറിച്ച് നേരത്തെ അറിയാം. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ കാണുന്നത്. മാളിൽ കയറിയപ്പോൾ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന ഒരു പ്രേതാലയത്തിൽ കയറിയ ഫീലായിരുന്നു. കുട്ടികൾ പ്രേതങ്ങളെയും പേടിപ്പിക്കാൻ സത്യം പറഞ്ഞാൽ പ്രേതമൊന്നും ഞെട്ടിയിട്ടോ. ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അവർ കുട്ടികളെ എല്ലാവരെയും അതുപോലെ മുതിർന്നവരൊക്കെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആഘോഷം തന്നെയാണ് കേട്ടോ ഇതൊക്കെ. പലരും ടാറ്റ കൊടുത്ത് ബൈ ബൈ പറഞ്ഞ് സന്തോഷത്തോടു കൂടെ പിരിയുന്നുണ്ട്. ഇതിൻ്റെ ഒരു വലിയ പാർട്ടി അകത്ത് നടക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത് കേട്ടോ. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ സംഭവം തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഹലോവീൻ എന്നാണ് ഈ ഒരു പാർട്ടിയുടെ പേര്. അതുപോലെ ഇതൊരു ആഘോഷമാണ്. കുട്ടികൾ കണ്ടില്ലേ ഫോട്ടോസ് എടുക്കുന്നതും വീഡിയോസ് എടുക്കുന്നതും അതുപോലെ തന്നെ കുശലങ്ങൾ പറയുന്നുണ്ട്. എല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് അറിയാം. നമ്മൾ കുറച്ച് പേർക്ക് അറിയില്ലായിരിക്കാം. പക്ഷേ ഇത് ഒരു പാശ്ചാത്യ നാട്ടിൽ നിന്നുള്ളൊരു ആചാരമായിരുന്നു, നല്ല ആഘോഷമായിരുന്നു. അത് ഇവിടേക്കൊക്കെ എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടോ. പലരും മുഖത്തൊക്കെ പല തരത്തിൽ കളറുകളൊക്കെ ചെയ്തതുണ്ട്. ഒരു ഭീതിപ്പെടുത്തുന്ന ലുക്കുണ്ട്, ഭീതിപ്പെടുത്തുന്ന വേഷമാണ്. ഇതിനെപ്പറ്റി ഞാൻ ചെറുതായൊരു അന്വേഷണം നടത്തിയപ്പോൾ ഒക്ടോബർ മാസത്തിലാണ് ഇങ്ങനെ ഒരു ആഘോഷം നടത്താറെന്നും പ്രേതങ്ങൾ നമ്മുടെ വീടുകളിലേക്കൊക്കെ വരും, അവരെ വരവേൽക്കുന്ന, അവരെ പേടിപ്പിച്ച് വരവേൽക്കുന്ന ഒരു ആഘോഷമാണെന്നൊക്കെയാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ, ഈ ആഘോഷത്തിനെ പറ്റിയൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടാവും ഇങ്ങനെയൊക്കെ ആഘോഷം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതും അതൊക്കെ ഒരു ആഘോഷമായിട്ട് ഇവിടെ നമ്മളെ കോഴിക്കോട് വരെ എത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയാത്തവർ അവരൊക്കെ ഒന്ന് അറിയട്ടെ എന്ന്. സംഭവം എന്തായാലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ രസമായിട്ട് മാറിയ ഒരു ആഘോഷം തന്നെയാണ് കേട്ടോ. പലരും ഭയന്ന് പോകുന്നുണ്ടെങ്കിലും ചിലരൊക്കെ ധൈര്യത്തോടെ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ വരും കാലങ്ങളിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം തന്നെ എത്താവുന്ന ഒരു ആഘോഷമായിരിക്കാം ഇത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.